കമലേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം പാരഡി ഗാനമൊക്കെ പാടിയെങ്കിലും പിന്നീട് പ്രതിപക്ഷം തന്നെ പ്രതിക്കൂട്ടിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ കണ്ടതാണ്, നിയമപരമായി അതിൻ്റെ വശങ്ങൾ കണ്ടതാണ്, കോടതിയിലേറ്റ തിരിച്ചടി നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒക്കെ ജാള്യത മറയ്ക്കാൻ നിരവധി ഘട്ടങ്ങളിൽ പ്രതിപക്ഷം അതായത് ഒരു അടിയന്തര പ്രമേയം പോലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാതിരുന്നത് വിചിത്രമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ സംഘർഷത്തിലേക്ക് പോയത് ഏതൊക്കെ തരത്തിലാണ്? പകൽ ഇന്ന് നിയമസഭയിൽ നടന്നത് എന്തൊക്കെയാണ്? അജിംഷാദ്, വളരെ നാടകീയമായ നമുക്ക് പരിചയമില്ലാത്ത നിലയിലുള്ള ചില നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് സഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സഭ ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിക്കൊണ്ട് നേരെ അക്രമത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ബഹളത്തിലേക്കും പ്രതിപക്ഷം പോകുന്നൊരു സാഹചര്യമാണ് ഇന്ന് സഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചോദ്യോത്തര വേള നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ അതായത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പല മണ്ഡലങ്ങളിലും നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്ക് ചോദ്യങ്ങളായോ, അത് അംഗങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ സഭയിൽ വെക്കുകയും അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്ന് ഉത്തരങ്ങൾ ലഭ്യമാക്കുകയും മറുപടി ലഭ്യമാക്കുകയും ചെയ്യുന്ന 1 മണിക്കൂർ നേരമാണ് ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ആ ചോദ്യോത്തര വേള പോലും അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് അതിനോട് സഹകരിക്കാതെ വലിയ തരത്തിലുള്ള ഒരു അക്രമ സമരത്തിലേക്കാണ് ഇന്ന് പ്രതിപക്ഷം പോയിട്ടുള്ളത്. അത് കടന്ന് അതിനപ്പുറത്തേക്ക് സ്പീക്കറുടെ ഡയസിലേക്ക് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ ചാടിക്കയറുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പോലെ മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ അൻവർ സാദത്തും ടി വി ഇബ്രാഹിമും ഒക്കെ തന്നെ ഈ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടന്നുകൊണ്ട് ഒരു അതിക്രമത്തിലേക്ക് തന്നെ ഇന്ന് സഭയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി അതിനെ സ്പീക്കർ വിലയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. 2 തവണ ഇന്ന് സഭയിൽ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് സ്പീക്കർക്ക് എഴുന്നേറ്റ് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യത്തെ തവണ ഇത്തരത്തിൽ വലിയ ബഹളമുണ്ടാക്കുകയും അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ സ്പീക്കർ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീട് അല്പസമയത്തിന് ശേഷം സഭ പുനരാരംഭിച്ച ഘട്ടത്തിലും സമാനമായ നിലയിലുള്ള അതിക്രമത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം പോയത്. വീണ്ടും അല്പസമയത്തിന് ശേഷം സഭ നിർത്തിവെക്കേണ്ടതായി വന്നു. അതിനുശേഷം സഭാ നടപടികളെല്ലാം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഇന്നത്തെ നിയമസഭയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലതരത്തിലുള്ള ഏറ്റവും നിർണായക എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ജാള്യരായത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ അക്രമം സൃഷ്ടിക്കുന്നതിലേക്ക് പോകുന്നത്? അങ്ങനെ ഒരു ജനുവിനായ ജൈവമായ സാഹചര്യം ഇന്ന് സഭയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നോ? ഏതൊക്കെ അർത്ഥത്തിലാണ് ഈ പ്രതിഷേധം ഒരു അക്രമത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ പ്രതിപക്ഷം നിർബന്ധിതമായത്? അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണ്? അതൊരു പക്ഷേ CM സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചു, എന്തൊക്കെ തിരിച്ചടികളാണ് ഇതിലേക്ക് നയിച്ചതെന്ന്. പി രാജീവും MBR ഒക്കെ, മന്ത്രി MB രാജേഷും ഒക്കെ അതേ സംബന്ധിച്ച് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ എന്തൊക്കെയായിരുന്നു കമലേഷ്? അജിംഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചർച്ച സഭയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതായത് ഒരു ചർച്ച കൂടി താങ്ങാനുള്ള ശേഷി പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലേ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് മാത്രമല്ല ജിംഷാദ്, ഒരു തരത്തിലുള്ള ചർച്ചയും സഭയ്ക്കകത്ത് നടക്കരുത് എന്ന ഒരു വാശിയോടെയാണ് പ്രതിപക്ഷം വരുന്നത്. ഏത് വിഷയമെടുത്താലും, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആവണമെന്നില്ല, മറ്റേത് വിഷയമെടുത്താലും അതൊക്കെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുമ്പോൾ, നോട്ടീസ് നൽകുമ്പോൾ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് ഈ സർക്കാർ പോയിട്ടുണ്ട്. അത് അംഗീകരിച്ച ഘട്ടത്തിലെല്ലാം, അത് ചർച്ചയായി വന്ന ഘട്ടത്തിലെല്ലാം വലിയ തിരിച്ചടി പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. സ്വാഭാവികമായും നിലവിൽ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ നിലയിൽ പാരഡി ഗാനമൊക്കെയായി ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതിപക്ഷം കോൺഗ്രസ് വന്നെങ്കിലും അത് തിരിച്ച് കോൺഗ്രസിനെ തന്നെ കൊത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര പ്രമേയമായി ഉൾപ്പെടെ ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന പേടി കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു അടിയന്തര പ്രമേയം പോലും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. സഭയുടെ ചരിത്രത്തിൽ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത, ശേഷിയില്ലാത്ത നിലയിലേക്ക് പ്രതിപക്ഷം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം
പ്രതിപക്ഷം ബലഹീനരായി പോകുന്നു എന്ന ഒരു സാഹചര്യം ഈ സഭയ്ക്ക് മാത്രം കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തൊരു ചർച്ച നടന്നാൽ തങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് വളരെ നല്ല ബോധ്യം പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിൽ ഒരു ചർച്ചയും നടക്കാത്ത നിലയിൽ സഭയുടെ നടപടിക്രമങ്ങളെ അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത്. ഈ ചോദ്യോത്തര വേള പോലും നടക്കാതിരിക്കുന്നതിന് വേണ്ടി, മറ്റൊരു സഭയിലെ ഒരു ബിസിനസ്സും നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഈ വിഷയത്തിലൊക്കെ വളരെ കൃത്യമായി മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു. പി രാജീവ് വളരെ കൃത്യമായി പറഞ്ഞു, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ ഹൈക്കോടതിയിലെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ചില പരാമർശങ്ങൾ എടുത്തു കാട്ടിയാണ് SIT ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ സിംഗിൾ ബെഞ്ച് പരാമർശങ്ങൾ വന്നതിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി തന്നെ വരുന്നത്. ഇത് സംബന്ധിച്ച് ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഹൈക്കോടതിക്ക് പൂർണ്ണമായും തൃപ്തിയുള്ള നിലയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ അന്വേഷണ സംഘത്തെ താറടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ സംശയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ, ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്, അത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചുള്ള ഒരു പരാമർശമാണ്, അല്ലെങ്കിൽ വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.